നമ്മൾ ഇന്നത്തെ കുഞ്ഞൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 5ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മൊത്തത്തിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതിലോളം ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ഉച്ചയ്ക്ക് 1 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ വീഡിയോ എടുക്കൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതാ ഇവിടെ ബിരിയാണീൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നോമ്പ് തുറന്നതിന് ശേഷം കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. മസാല അവിടെ കുക്കറിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ അരിയൊക്കെ വേവിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ഭാബി. അപ്പോൾ നമ്മൾ ഹലബേബി ഹെൽപ്പ് ചെയ്യാൻ കൂടെ ഉണ്ട്. അങ്ങനെ ഇതാ പിന്നെ വെള്ളമൊക്കെ ഒന്ന് തിളച്ചതിന് ശേഷം ഇത് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ബിരിയാണിയൊക്കെ ഉച്ചക്ക് തന്നെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് കിച്ചണിക്ക് ഇറങ്ങണത്. ഞാനെന്താ വെള്ളം കളിക്കാം, ഇത് ജ്യൂസിനുള്ളതല്ലേ. അതിൻ്റെ ഇടയിൽ ഭാബി വന്നിട്ട് ഫ്രൂട്ട്സ് എടുത്തക്കലും പിന്നെ നമുക്ക് ജ്യൂസ് അടിക്കാനുള്ള വെത്തൊക്കെ മാറ്റിയേക്കലൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. ജ്യൂസ് അടിക്കൽ എൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. അപ്പം ഇന്നിപ്പോൾ വെത്തൊക്കെ ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അതിനുള്ള ഐസും കട്ടൊക്കെ ഇതാ പൊട്ടിച്ചെടുത്ത് ജ്യൂസ് അടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ താത്ത അവിടെ വലിയ നാത്തൂനവിടെ വെള്ളം കളിച്ചുകൊണ്ട് നിൽക്കും കേട്ടോ, നാരങ്ങ വെള്ളം. ഇതെടുക്കല്ലേ, സ്നാക്ക് എടുക്കല്ലേ, അതിൽ കൊള്ളുവോ? ബാങ്ക് കൊടുക്കുന്നുണ്ട് പോരിട്ടാ, അവിടെ നോക്കോ കൊടുക്കുന്നുണ്ട്. പൊക്കവട, സമൂസ, ഹലോ ബേബി പൊക്കവട തിന്നല്ലേ എൻ്റെ ഇന്നോടി. അങ്ങനെ അതാ ഞങ്ങളെ നോമ്പറക്കലൊക്കെ കഴിഞ്ഞു. അത്താഴത്തിനുള്ള ചോറ് പിന്നെ ബിരിയാണി സെറ്റായിട്ടുണ്ട്. ഇത് കഴിച്ച് ബിരിയാണി കഴിച്ചിട്ടില്ല കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാച്ചിട്ടാണ്. ഫുഡ് കുറച്ച് കഴിഞ്ഞാലേ കഴിക്കാറുള്ളൂ. നമ്മളമ്മച്ചിക്കുള്ള കഞ്ഞി വെക്കുകയാണ്. അമ്മക്ക് ഇപ്പം അധികം കഞ്ഞിയാണ് കേട്ടോ രാത്രി കൊടുക്കാൽ. വൈകുന്നേരമാണ് എണീക്കാറ്. എണീറ്റ പാട് അപ്പം എന്തെങ്കിലും കൊടുത്തിട്ട് നോമ്പറക്കുമ്പോൾ ഉണ്ടാക്കിയ പത്തിരിയോ നൂൽപുട്ടോ വെള്ളപ്പം അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് പിന്നെ കഞ്ഞി കൊടുക്കാറാണ്. ചോറ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ കൊടുക്കാറില്ല. ചൂടത്ത് കഞ്ഞിയാണല്ലോ നല്ലത്. ചോറ് തിളച്ചിരിക്കുന്ന കേട്ടോ. അതിന് മൂടിയിട്ടേ മൂടിയിട്ടില്ല. പിന്നെ ചോറ് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ട് ഒന്നും ഉമ്മ നീച്ചിട്ടില്ല. വെള്ളം കൊടുത്തു, ചായ കൊടുത്തു, ഇപ്പൊ നീച്ചിട്ടുള്ളൂ. കഞ്ഞി വിസിൽ വരുമ്പോ തെറിച്ച് ഇവിടെ ഒന്നും പരക്കാണ്ടിരിക്കാനുള്ള ട്രിക്കാട്ടത്. അങ്ങനെ അതാ 4ാമത്തെ നോമ്പ് തുറയും കഴിഞ്ഞു. 4 അല്ല 5 അല്ലേ, 5ാമത്തെ നോമ്പ് തുറയും കഴിഞ്ഞു കേട്ടോ. ഈ ഫുഡ് കഴിക്കാനൊക്കെ ഉള്ളു. ഫുഡ് ഞങ്ങൾ കുറച്ച് ലൈറ്റ് ആയിട്ടാണ് കഴിക്കാറ്. നോമ്പ് തുറന്ന പാട് കഴിക്കാനൊന്നുമില്ല കേട്ടോ. ഒരു 9 മണിയൊക്കെ ആവും ഫുഡ് കഴിക്കാൻ. പിന്നെ അതിൻ്റെ ഇടയിൽ അത്താഴത്തിനുള്ള പണികൾ നടക്കുന്നുണ്ട്. ഇനി ഉമ്മ ഒന്ന് എണീക്കാണ്ട്. ഉമ്മ ഇപ്പം ഉണർന്നിട്ടുള്ളൂ. ഭാവിത അത്താഴത്തിനുള്ള ബീൻസ്. ഹലോ ബേബി ഹെൽപ്പ് ചെയ്യും മമ്മീനെ. ഡ്രസ്സൊക്കെ അത്താഴത്തിനുള്ള ബീൻസ് കുന അരിഞ്ഞോണ്ടൊക്കെയുണ്ട്. നല്ല രസമുണ്ടല്ലോ കുഞ്ഞ. ഭാവിന്റെ ബിരിയാണി ആയിട്ട് വരണുണ്ട്. കുറച്ച് ആൾക്കാരെ ഫുഡ് കഴിച്ചു പോയി. ഇതിലത്തെ കച്ചമ്പറോടാ അച്ചാറിടുണ്ട്. അച്ചാറിൽ സ്പൂൺ ചെയ്യാ താത്ത.
എനിക്ക് പീസ് ഇടി മബിയ. വലിയ പീസ് തന്നെ തന്നിട്ടുണ്ട് ബാബി. ബാബിന്റെ ബിരിയാണി അടിപൊളിയാട്ടോ. ഇനി മറ്റേത് ബാബിയ ചിക്കൻ ബിരിയാണിക്ക് സൈഡിൽ കുറച്ച് കച്ചമ്പർ, ഇതിന്റെ സൈഡില് കുറച്ച് കച്ചമ്പർ, പിന്നെ കുറച്ച് അച്ചാർ, തിരുങ്കുടട്ടി അച്ചാർ. അങ്ങനെ ഞങ്ങളെ ബാബിന്റെ ബിരിയാണി ഒക്കെ കഴിച്ച് കഴിഞ്ഞ് ബാബി ഇതാ പാൽ ചായ കുടിച്ച്, ബിരിയാണി കഴിഞ്ഞിട്ടുള്ള ചായ കുടിയാട്ടാ. കട്ടൻ ചായയാണ് കുടിക്കണ്ടത്, പക്ഷെ ഞങ്ങള് പാൽ ചായ. ഞങ്ങളെന്നും നോമ്പ് 14 പാൽ ചായ ഉണ്ടാക്കല്. ചായ കുടിക്കണോണ്ട. അപ്പൊ ഒരു ഹായ് പറഞ്ഞേ. ഗുഡ് നൈറ്റ്. താത്ത പിന്നെ ചായ കുടിക്കാത്തോണ്ട് ഞങ്ങൾ ചായ കുടിക്കണത് നോക്കിയിരിക്കുന്നുണ്ട്. ഭാവിക്ക് ഇളക്കി അതിൻ്റെ അടുത്ത് നിന്നുള്ള കപ്പെന്ന് കുറച്ച് മോൾട്ടിണ്ട്. വേഗം ബേബി കയറി. മാളുമ്മാനെ ആദ്യാണ്ട് കൊണ്ടിട്ടാ. മാളും ഒറ്റക്കാവൂല അവിടെ. അല്ലെങ്കിൽ ബേബിന്റെ റൂമിൽ സ്ഥലം ഉണ്ടാക്കിട്ടാ മോട്ടിക്കും മാളുമാക്കൊക്കെ. ഉണ്ടാവൂലേക്കാരോ. കയറി ബേബി കയറി. ഇനിയിപ്പോൾ അതാ ലാസ്റ്റായിട്ട് ഉമ്മക്ക് കഞ്ഞിയും കൂടെ കൊടുക്കാണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉമ്മ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞപ്പം പിന്നെ കുറച്ച് ബിരിയാണി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മസാല ഒന്നും വല്ലാണ്ട് കൂട്ടാണ്ട് കുറച്ച് ബിരിയാണി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വയറ് നിറച്ച് കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ. കഞ്ഞി കൊടുക്കാലോ എത്തിയിട്ട്. കഞ്ഞി കൊടുക്കുമ്പോൾ ക്ഷീണത്തിനൊക്കെ കുറവുണ്ടാവുമല്ലോ. അപ്പോൾ അതാ ലാസ്റ്റ് ചെറിയൊരു കഞ്ഞിയും കൂടെ കൊടുക്കുകയാണ് കേട്ടോ, ഉറങ്ങണതിൻ്റെ മുന്നായിട്ട്. അപ്പം ഇങ്ങനെ കെടുത്തി കൊടുക്കാനുള്ള കാരണം ഇപ്പം തീരെ ഒറ്റയ്ക്ക് ഇരിക്കൂല കേട്ടോ. ഇരിക്കുമ്പോൾ ഇങ്ങനെ മലർന്ന് ഇങ്ങനെ ബാക്കിലേക്ക് പോയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ തൂങ്ങി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ കെടുത്തിയോണ്ട് തന്നെ കഞ്ഞി കൊടുക്കുന്നത് കേട്ടോ. പില്ലോ കുറച്ച് 2 പില്ലോ ഒക്കെ ഇട്ടിട്ട് തല കുറച്ച് ഹൈറ്റിലേക്കാക്കി വെച്ച് കണ്ട് അങ്ങനെ കൊടുക്കാറാണ് കഞ്ഞി. കഞ്ഞിയായാലും അപ്പായാലും ഒക്കെ ഇപ്പം ഇങ്ങനെ തന്നെ കേട്ടോ കൊടുക്കാറ്. വെള്ളം കൊടുക്കുമ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കൊടുക്കാറ്. അപ്പം അങ്ങനെ കൂടുതൽ നേരം ഇരുന്ന് തരുമൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ ചാരി കിടക്കുന്ന കസാരമ ഇരുത്തിയിട്ട് അങ്ങനെ കൊടുക്കാറാണ് കേട്ടോ. അപ്പം അങ്ങനെ ചാരി കിടന്ന് തരും. അപ്പോഴും ഫുഡ് കൊടുക്കാൻ സുഖമാണ്. പക്ഷേ പെട്ടെന്ന് ഈ ഫുഡ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ചില സമയങ്ങളിൽ ഉറങ്ങിപ്പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ കിടത്തി കൊടുക്കുന്നത്. ഉറങ്ങിപ്പോവുകയാണെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടില്ലല്ലോ. കസാരയിലൊക്കെ ഇരുത്തി ഉറങ്ങുകയാണെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവുമല്ലോ എത്തിയിട്ട് അതാണ് ഇങ്ങനെ കിടത്തിയിട്ട് തന്നെ കൊടുക്കുന്നത്. ഇന്നത്തെ നമ്മളെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇൻഷാല്ലാ ഡെയിലി വീഡിയോ ഇടാനൊക്കെ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കാരണം ഇതാണ് കേട്ടോ, ഡെയിലി വീഡിയോ ഒന്നും ഇടാത്തത്. നമുക്ക് ഇങ്ങനെ വയ്യാണ്ടായി വരുമ്പം നമുക്ക് വീഡിയോ ഇടാനൊന്നും തോന്നില്ല. വീഡിയോ ഇടാൻ പോയിട്ട് ഒരു കാര്യത്തിനും തോന്നില്ലല്ലോ. നമ്മളെ മനസ്സ് അങ്ങനെ ഒരു മാതിരിയായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും അങ്ങനെ വല്ലാണ്ട് ഇടാത്തത്. നമ്മൾ ആദ്യമൊക്കെ ഇങ്ങനെ ഡെയിലി വീഡിയോ ഇട്ട് വരുമ്പോഴൊക്കെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ട്, നമ്മൾ കമൻറ്റ് ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പോൾ കാരണം അതുകൊണ്ടാണ് കേട്ടോ ഡെയിലി ഒന്നും വീഡിയോ ഇടാൻ പറ്റാത്തത്, എപ്പോഴെങ്കിലുമൊക്കെ വരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കൂടുതൽ ലൈക്കും കമൻറ്റൊക്കെ തരുമ്പോഴാണ് നമ്മൾ വീഡിയോസ് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ച് കൊടുക്കുള്ളൂ. അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബൊക്കെ ചെയ്ത് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇൻഷാല്ലാ നമ്മളും ഡെയിലി അല്ലെങ്കിൽ 1-2 ആയിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നമ്മളെ വീഡിയോസും മറ്റു വിശേഷങ്ങളൊക്കെ കാണാനും അറിയാനൊക്കെ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. നമുക്ക് ആദ്യമൊക്കെ കുറച്ച് വ്യൂ ഒക്കെ കിട്ടി തുടങ്ങി 1K ഒക്കെ വ്യൂസ് കിട്ടി തുടങ്ങുന്ന ടൈമിൽ അതിലൊക്കെ ഇങ്ങനെ മറ്റു വിശേഷങ്ങളൊക്കെ അറിയാൻ
ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാർ കമൻ്റൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചായല്ലോ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. പിന്നെ ഇപ്പോൾ നോമ്പായപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്താണല്ലോ. അതുകൊണ്ടായിരിക്കും തോന്നുന്നു അവർക്ക് നോട്ടിഫിക്കേഷൻസ് എല്ലാം ആയിട്ടായിരിക്കും ഇപ്പോൾ അങ്ങനെ ആദ്യത്തെ പോലത്തെ വ്യൂസൊന്നും കിട്ടുന്നില്ല കേട്ടോ. 100 200 കഷ്ടിച്ച് 200 വരെ പോകണുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.